സാപ്പിയൻസ് അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ RRB ALPയുടെ 2018 നടന്നിട്ടുള്ള ALPയുടെ എക്സാമിൻ്റെ ആൻസർ കീ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ വഴി അല്ലെങ്കിൽ നമ്മുടെ ആപ്പ് വഴി RRB ALPയുടെയും അതുപോലെ തന്നെ RRB JEE മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെയും കോഴ്സുകൾ, ഓൺലൈൻ കോഴ്സുകൾ ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾ ഒന്നുകിൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് കോഴ്സുകൾ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അതായത് ഡെമോ ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ സാപ്പിയൻസ് അക്കാദമി എന്ന് പറയുന്ന ഈ ഒരു യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് ഡെമോ ക്ലാസ്സുകൾ കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകളായിട്ട് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. നമുക്കറിയാം പല ടോപ്പിക്കിലും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ്. നമുക്കറിയാം ബ്ലഡ് റിലേഷൻ ആയാലും മുന്നേ ഫസ്റ്റ് കണ്ടിട്ടുള്ള ഈ ഒരു സിംപ്ലിഫിക്കേഷനിൽ വരുന്ന ബി ബോർഡ് മാസ് എന്ന് പറയുന്ന റോൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് റിപ്പീറ്റ് ചെയ്ത് പലതവണ ചോദിച്ചു വരുന്നുണ്ട് അല്ലേ. ഈ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലും ഈ ബി ബോർഡ് മാസിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് ഇവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നത് അല്ലേ. ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഒന്നിലധികം തവണ ഈ ബി ബോർഡ് മാസ് റോൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുപോലെ ബ്ലഡ് റിലേഷൻ്റെ ഏകദേശം 3 ക്വസ്റ്റ്യൻസ് നമ്മളിപ്പം കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ വരെ ആയിരിക്കും നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വരും നമ്മുടെ അടുത്തൊരു ക്വസ്റ്റ്യനാണ്. അതായത് നമ്മുടെ സെയിം ക്വസ്റ്റ്യൻ പേപ്പറിലെ ആൻസർ കീയിലെ ക്വസ്റ്റ്യൻ നമ്പർ 38 ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിൽ നോക്കാം, ഇതാണ് ക്വസ്റ്റ്യൻ നമ്മുടെ. ഇഫ് എക്സ് സാറ്റിസ്ഫൈസ് 2 ഇൻറ്റു എക്സ് മൈനസ് 1 ഡിവൈഡ് ബൈ 3 ഈക്വൽ ടു 3x മൈനസ് 6 ബൈ 5. നമ്മൾ അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ ആണ് ചോദിച്ചുള്ളത്. ഓക്കെ, അത് വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അതായത് നമുക്ക് പരസ്പരം എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഈക്വൽറ്റിൻ്റെ അപ്പുറമുള്ള ആൾക്കാരെ ഇയാളങ്ങോട്ടൊക്കെ തിരിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ ആൻസർ കണ്ടെത്താൻ പറ്റും. ഓക്കെ, അതായത് നമ്മുടെ ഇക്വേഷൻ പ്രകാരം നമുക്കറിയാം 2 ഇൻറ്റു എക്സ് മൈനസ് 1 ഡിവൈഡ് ബൈ 3 ഈക്വൽ ടു 3x മൈനസ് 6 അല്ലേ. 3x മൈനസ് 6 ഡിവൈഡ് ബൈ 5 ആണ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം, നമുക്ക് ഈ 5നെ ഇങ്ങോട്ടും അതുപോലെ തന്നെ 3യെ നമുക്ക് ഇങ്ങോട്ടും കൊണ്ടുപോകാം. ഓക്കെ, അതായത് 5നെ മേലേക്ക് വരുന്ന സമയത്ത് പറയാം 5 ഇൻറ്റു 2 നമുക്ക് അല്ലേ, 5 ഇൻറ്റു 2 വരുമ്പോൾ 10 വരും അല്ലേ. അപ്പോൾ പുറത്ത് ഇവിടെ 10 ആണ് പിന്നെ ഉണ്ടായിരിക്കുക. പിന്നെ ബ്രാക്കറ്റിനകത്ത് 10 ഇൻറ്റു എക്സ് മൈനസ് 1 ഉണ്ടായിരിക്കുക. നമുക്കതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 10 ഇൻറ്റു എക്സ് മൈനസ് 1 എന്ന് പറയുമ്പോൾ നമുക്ക് 10x മൈനസ് 10 കിട്ടും അല്ലേ. 10 ഇൻറ്റു എക്സ് 10xും മൈനസ് സൈൻ ഇടാം. പിന്നെ 10 ഇൻറ്റു 1 കഴിയുമ്പോൾ നമുക്ക് 10ഉം കിട്ടും. ശേഷം ഈ 3 നമ്മൾ എന്തിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ 3 ഇൻറ്റു ഇവരെ ബ്രാക്കറ്റിനകത്ത് കാണിക്കുക. അപ്പോൾ 3 ഇൻറ്റു 3x മൈനസ് 6 ആണ്. അപ്പോൾ 3 ഇൻറ്റു 3 ചെയ്യുമ്പോൾ നമുക്ക് 9x കിട്ടും. പിന്നെ മൈനസ് സൈൻ വീണ്ടും അതേപോലെ ചേർക്കുക. ഇവിടെയുള്ള മൈനസ് സൈൻ നമ്മൾ അതേപോലെ ചേർക്കുക. പിന്നെ 3 ഇൻറ്റു 6 ആണ്. അപ്പോൾ നമുക്ക് 18 കിട്ടും. ഓക്കെ, ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ എക്സിൻ്റെ ടേം ഉണ്ട്. സോ 10x ഇവിടെ നിർത്തുക. എന്ത് ചെയ്യാം, നമ്മൾ 9xനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ അത് മൈനസ് 9x ആവും. ഓക്കെ, മൈനസ് 9x ആവും. ഈക്വൽ ടു ഇപ്പുറത്തുണ്ടായിരിക്കുക ബാക്കി മൈനസ് 18 ആയിരിക്കും. പിന്നെ ഇപ്പുറത്തുള്ള മൈനസ് 10 ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് 10 ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ മൈനസ് 18 പ്ലസ് 10 വരും. അതിൻ്റെ അർത്ഥം നമുക്ക് മൈനസ് 18 പ്ലസ് 10 പറഞ്ഞാൽ നമുക്ക് മൈനസ് 8 ആണ് കിട്ടുക. അതായത് 10x മൈനസ് എക്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എക്സ് കിട്ടും. എക്സ് ഈക്വൽ ടു നമുക്ക് മൈനസ് 8 ആണ് നമ്മുടെ ആൻസർ വരാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷൻ പ്രകാരം ഓപ്ഷൻ 4ലുള്ള മൈനസ് 8 ആയിരിക്കും നമ്മുടെ ആൻസർ ഉണ്ടായിരിക്കാം. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമുക്കിവിടെ ക്വസ്റ്റ്യൻ ID ഉണ്ടായിരിക്കും. പിന്നെ സ്റ്റാറ്റസ് ഇവിടെ കാണിക്കുന്നുണ്ടാവും. അതായത് നമ്മുടെ ആൻസർ കീ നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ കാണുന്ന PDF നമുക്ക് കിട്ടും. സോ അതിൽ കാണുന്ന കാര്യങ്ങളാണ് പറയുന്നത്. സ്റ്റാറ്റസ് നമുക്കിവിടെ ആൻസേർഡ് കാണിക്കും. ചിലപ്പോൾ നോട്ട് ആൻസേർഡ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നോട്ട് ആൻസേർഡ് ആൻഡ് മാർക്കഡ് ഫോർ റിവ്യൂ എന്നൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ചൂസൻ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സാമിന് നമ്മൾ ഓപ്റ്റ് ചെയ്ത ആൻസർ അവിടെ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ 4ാമത്തെ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത സോ നമുക്ക് ആ ക്വസ്റ്റ്യൻ്റെ മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. ഇതിന് ആൻസർ വരാം നമ്മൾ പറഞ്ഞ പോലെ ഓപ്ഷൻ 4 ആയിട്ടുള്ള മൈനസ് 8 ആയിരിക്കും. ഓക്കെ, ഇത് എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ജസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് സൂം ചെയ്യാം. അതായത് എ ബാഗ് കണ്ടെയ്ൻസ് കോയിൻസ് ഓഫ് ഡിനോമിനേഷൻ ₹1, ₹5 ആൻഡ് ₹10. അപ്പോൾ ഒരു ബാഗിനകത്ത് എന്തുണ്ട്, 1 രൂപേൻ്റെ കോയിൻസും 5 രൂപേൻ്റെ കോയിൻസും 10 രൂപേൻ്റെ കോയിൻസും ഉണ്ട്. ഓക്കെ, 1 രൂപേൻ്റെയും 5 രൂപേൻ്റെയും 10 രൂപേൻ്റെയും കോയിൻസ് ഉണ്ട്. ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് കോയിൻസ്
ഇഫ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് മണി ഇൻ ദ ബാഗ് ഈസ് 496, അതായത് ഈ ബാഗിനകത്തുള്ള ടോട്ടൽ എമൗണ്ട് എത്രയാണ്? നമ്മുടെ 490 റുപ്പീസാണ്. 496 രൂപയാണ് ബാഗിനകത്ത് മൊത്തം ഉണ്ടായിരിക്കുക. അതുപോലെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു അസ്യൂം ദാറ്റ് ദർ ആർ ആൻ ഈക്വൽ നമ്പർ ഓഫ് കോയിൻസ് ഓഫ് ₹1, ₹5 ആൻഡ് ₹10 ഇൻ ദ ബാഗ്. അതായത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ ഈ ബാഗിനകത്ത് 1 രൂപേൻ്റെയും 5 രൂപേൻ്റെയും 10 രൂപേൻ്റെയും കോയിൻസ് ഉണ്ട്. ലാസ്റ്റ് പറഞ്ഞ സെൻറ്റൻസിൽ എന്താ പറഞ്ഞത്? ഇപ്പോൾ 1 രൂപേൻ്റെ എത്ര കോയിൻസ് ആണുള്ളത് ആ സെയിം നമ്പർ തന്നെ ആയിരിക്കും 5 രൂപയും 10 രൂപയും ഉണ്ടായിരിക്കും. അതായത് 3 കോയിൻസിൻ്റെ എണ്ണം എന്തായിരിക്കും? ഒരേ നമ്പർ തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കും, ഒരേ നമ്പർ ഓഫ് കോയിൻസ് ആണ് ഉണ്ടായിരിക്കുക. അതിൽ ടോട്ടൽ എമൗണ്ട് ഉണ്ടായിരിക്കുക 490 രൂപയായിരിക്കും. അപ്പോൾ നമ്മളവിടെ എന്താ ഫൈൻഡ് ചെയ്യുക വെച്ചാൽ ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് കോയിൻസ് ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് കോയിൻസ് ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ്റെ മീനിങ് മനസ്സിലായി വിചാരിക്കുന്നു. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അതായത് നമ്മുടെ ലോജിക്ക് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഈ സെൻറ്റൻസിലാണ് നമുക്ക് ആൻസർ ചെയ്യാനുള്ള ആ ഒരു ഐഡിയ കിട്ടുക. ലാസ്റ്റ് സെൻറ്റൻസിൽ അസ്യൂം ദാറ്റ് ദർ ആർ ആൻ ഈക്വൽ നമ്പർ ഓഫ് കോയിൻസ് ഓഫ് ₹1, ₹5 ആൻഡ് ₹10 ഇൻ ദ ബാഗ് എന്ന് പറയുമ്പോൾ എന്താണ്? 1 രൂപയും 5 രൂപയും 10 രൂപയും എന്താണ്? ഒരേ നമ്പർ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ നമ്പർ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം? നമുക്ക് എക്സ് എന്ന് പറയുന്ന ഒരു വാല്യൂ ആയിട്ട് കൊടുക്കാം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാം? എക്സ് എന്ന് പറയുന്ന ടേമായിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ആ വാല്യൂന് കൊടുക്കുമ്പോൾ നമുക്കൊരു ഇക്വേഷൻ പോലെ ഉണ്ടാക്കാൻ പറ്റും. അതായത് പറയാൻ പറ്റും 1 രൂപേൻ്റെ അല്ല 1 × X എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? 1 രൂപേൻ്റെ എക്സ് നമ്പർ ഓഫ് കോയിൻസ് ഉണ്ടായിരിക്കും. പ്ലസ് 5 × X ആണ് ഉദ്ദേശിക്കുന്നത് 5 രൂപേൻ്റെ എക്സ് നമ്പർ ഓഫ് കോയിൻസ് ഉണ്ടായിരിക്കും. പ്ലസ് 10 രൂപേൻ്റെ എക്സ് നമ്പർ ഓഫ് കോയിൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ സമ്മ എത്ര ആയിരിക്കും വരിക? അല്ലേ, 1 രൂപേൻ്റെ 10 വരാന്ന് വെച്ചാൽ 1 × 10 വരും, അല്ലെങ്കിൽ 5 × 10 വരും, 10 × 10 വരും. അതിൻ്റെ സമ്മ എത്ര ആയിരിക്കും? സമ്മ എന്ന് പറയുന്ന വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനോട് തന്നതാണ്. അത് 496 രൂപയാണ് അല്ലേ. അപ്പോൾ നമുക്കത് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യുന്നത്? നമുക്ക് ഈ 3 വാല്യൂയും കൂടി കൂട്ടാം. 1, 5, 10 എന്ന് പറയുമ്പോൾ 16x കിട്ടും. 16x നമുക്ക് 496 കിട്ടും. സോ നമുക്ക് എന്ത് ചെയ്യാം? എക്സിൻ്റെ വാല്യൂ കാണാൻ പറ്റും. അതായത് x = നമുക്ക് 496/16 ചെയ്യാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും 49 ൽ 16 3 തവണയാണ് പോവുക. പിന്നെ അവിടെ ബാലൻസ് റിമൈൻഡർ 1 ഉണ്ടായിരിക്കും. 1 ഇവിടെ കൊടുക്കുമ്പോൾ 16 ൽ 16 ഒരു തവണ. അതിൻ്റെ അർത്ഥം എക്സിൻ്റെ വാല്യൂ നമുക്ക് 31 കിട്ടും. ഓക്കെ, എക്സിൻ്റെ വാല്യൂ 31 പറഞ്ഞാൽ 1 രൂപേൻ്റെ 31 കോയിൻസ് ഉണ്ടായിരിക്കും, 5 രൂപേൻ്റെ 31 കോയിൻസ് ഉണ്ടായിരിക്കും, 10 രൂപേൻ്റെ 31 കോയിൻസ് ഉണ്ടായിരിക്കും. നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് കോയിൻസ് ആണ് അല്ലേ. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് കോയിൻസ് എത്ര ആയിരിക്കും? 1 രൂപേൻ്റെ 31, 5 രൂപേൻ്റെ 31, 10 രൂപേൻ്റെ 31, മൊത്തം 3 × 31 അല്ലെങ്കിൽ 3 കൂട്ടിയാൽ നമുക്ക് 93 കോയിൻസ് ആയിരിക്കും ടോട്ടൽ ഉണ്ടായിരിക്കുക. ഓക്കെ, 93 കോയിൻസ് ആയിരിക്കും മൊത്തം ഉണ്ടായിരിക്കുക. പറഞ്ഞ് മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പെട്ടെന്ന് നമുക്ക് ഈസിയായി ചെയ്യാനുള്ള സ്റ്റെപ്പാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ പഠിച്ച് നോക്കുക. പക്ഷേ നമ്മൾ എക്സാമിൻ്റെ സമയത്ത് എന്തെങ്കിലും ആവശ്യമില്ല. നമ്മളിങ്ങനെ 1 by 1 ആയിട്ട് നമ്മൾ ലൈൻ ബൈ ലൈൻ ആയിട്ടൊന്നും എഴുതേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി? ഒരേ നമ്പർ മനസ്സിൽ നമ്മൾ എന്ത് ചെയ്യാം? ഈ കാര്യമൊക്കെ നമുക്ക് മനസ്സിൽ ചെയ്യാവുന്നതുള്ളൂ അല്ലേ. 1 രൂപേൻ്റെ 5 രൂപേൻ്റെ 10 രൂപ 1, 5, 6, 6, 10, 16 എന്ത് ചെയ്യുക? ടോട്ടൽ എമൗണ്ട് 496. എന്ത് ചെയ്യുക? ഈ ആകെ ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ അല്ലേ. 496/16 ചെയ്താൽ നമുക്ക് 31 കിട്ടും. 31 പറഞ്ഞാൽ 1 രൂപേൻ്റെ 31 പോയിൻ്റ് ആയിരിക്കും, 5ൻ്റെ 31 പോയിൻ്റ് ആയിരിക്കും, 10ൻ്റെ 31 പോയിൻ്റ് ആയിരിക്കും. സോ എന്ത് ചെയ്യാം? 31 × 3 അല്ലെങ്കിൽ 31 + 31 + 31 നമുക്ക് കിട്ടുന്നത് 93 കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് മാക്സിമം പോയാൽ ഒരു 10-12 സെക്കൻഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ആൻസർ ചെയ്യാൻ പറ്റും, ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ കറക്റ്റ് ആൻസർ പറഞ്ഞാൽ ഓപ്ഷൻ 2 ആയിട്ടുള്ള 93 ആയിരിക്കും നമുക്ക് ആൻസർ വരിക. അതുപോലെ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് തെറ്റാൻ ചാൻസ് ഉള്ള സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ 496/16 ചെയ്യുമ്പോൾ നമുക്ക് 31 കിട്ടിയെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഓപ്ഷൻസിൽ 90 ഉണ്ട്, 93 ഉണ്ട്, 91 ഉണ്ട്, 92 ഉണ്ട്. ചിലപ്പോൾ നമുക്ക് എന്തായിരിക്കും തരിക? ഓപ്ഷനിൽ ചിലപ്പോൾ എന്തായിരിക്കും ഓപ്ഷനിൽ ഇതേപോലെ 31 തരും. അപ്പോൾ നമുക്കിവിടെ ഒറ്റയടിക്ക് എന്ത് ചെയ്യും? 31 ആൻസർ ഇടുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ശ്രദ്ധ തെറ്റിയിട്ട് എന്ത് ചെയ്യും? ചിലപ്പോൾ 31 നമ്മൾ ആൻസർ പോയി മാർക്ക് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും. കാരണം എന്ത് ശ്രദ്ധിക്കില്ല? ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ എന്നുള്ള കാര്യം നമ്മൾ മറന്നു അല്ലെ. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് കോയിൻസ് നമ്മൾ മറന്നു. ഇത് 31 എന്ന് പറയുന്നത് എന്തായിരിക്കും? 3 കോയിൻസ് ഉണ്ട്, 1ൻ്റെയും 5ൻ്റെയും 10ൻ്റെയും ഉണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെയും 30 കോയിൻസ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ തെറ്റ് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തില്ല അങ്ങനെ 31 ഓപ്ഷൻ തന്നിട്ടില്ല. സോ നമുക്കിവിടെ തെറ്റ് വരാനുള്ള ചാൻസ് കുറവായിരിക്കും. ഓക്കെ, നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ നമ്മുടെ റീസണിങ്ങിൽ വരുന്ന ക്വസ്റ്റ്യനാണ്. അതായത് ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. പ്രോബ്ലം ഫിഗർ ഇതാണ്. അതായത് ദ ഗിവൺ പ്രോബ്ലം ഫിഗർ ഈസ് എംബഡഡ് ഇൻ വൺ ഓഫ് ദ ഗിവൺ ആൻസർ ഫിഗേഴ്സ്. അതായത് ഇവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏത് ഫിഗറിലാണ് നമ്മുടെ
ഈ കാണിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഫിഗർ ഒളിഞ്ഞ് കിടപ്പുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതെല്ലാം നമുക്ക് അറിയാൻ പറ്റും, കാരണം നമുക്ക് ഇതുപോലത്തെ ഒരു അല്ലേ ഇങ്ങനെയുള്ള സ്ട്രക്ചർ നമുക്ക് എവിടെയും കാണുന്നില്ല അല്ലേ. അപ്പോൾ ഇതല്ല, ഇത് നോക്കിയാലും മനസ്സിലാവും ഇതും അല്ല. അതുപോലെ മൂന്നാമത്തെ നോക്കിയാൽ ഇങ്ങനെ പോയി ചെരിഞ്ഞു, ഇങ്ങനെ പോയി ഇങ്ങനെ പോയി. നമുക്ക് മൂന്നാമത്തെ നമ്മുടെ ആൻസർ വരാം അല്ലേ. അതുപോലെ ഡി നമുക്കൊറ്റടിക്ക് ആൻസർ അല്ല എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇതും എയും ബിയും അല്ല, സി ആണ് നമ്മുടെ ആൻസർ. ഇതൊക്കെ നമുക്ക് കോമൺ ലോജിക്ക് വെച്ച് നമുക്ക് ചെയ്യാവുന്ന ക്വസ്റ്റ്യനാണ്. പക്ഷേ ഇതിനൊന്നും ഒരുപാട് സമയം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. വളരെ ഫ്രാക്ഷൻ സെക്കൻഡിൽ നമ്മൾ ഇതിൻ്റെയൊക്കെ ആൻസർ ചെയ്യണം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനൊക്കെ നമുക്ക് മാക്സിമം ഒരു 2 സെക്കൻഡ് കൊണ്ട് നമ്മൾ ആൻസർ ചെയ്യണം. എന്നാലും എന്ത് ചെയ്യണം, നമുക്ക് വലിയ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അവിടെ നമ്മൾ ലാഭിച്ചിട്ടുള്ള സമയം നമുക്ക് അവിടേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്തത് നമ്മുടെ ടൈം ആൻഡ് വർക്കിലെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ക്വസ്റ്റ്യൻ സൂം ചെയ്യാം, നോക്കാം. എ ആൻഡ് ബി ക്യാൻ കംപ്ലീറ്റ് എ ടാസ്ക് ടുഗദർ ഇൻ 10 days. ഓക്കെ, അപ്പോൾ എയും ബിയും കൂടി ഒരു വർക്ക് 10 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. പിന്നെ പറഞ്ഞു വൈൽ എ എലോൺ ക്യാൻ കംപ്ലീറ്റ് ഇറ്റ് ഇൻ 15 days. അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതാം, എനെ ഒറ്റയ്ക്ക് എഴുതാം, നമ്മൾ ഇങ്ങനെ ആക്കി എഴുതാം. എന്ത് ചെയ്യും, 15 ദിവസം കൊണ്ടാണ് ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുക. ദേ സ്റ്റാർട്ട് വർക്കിംഗ് ടുഗദർ. എന്ത് ചെയ്തു, അവർ ഒരുമിച്ച് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ബട്ട് എ ലീവ്സ് 6 days ബിഫോർ ദ ആക്ച്വൽ കംപ്ലീഷൻ ഓഫ് ദ ടാസ്ക്. എന്ത് ചെയ്യാണ്, എ ശരിക്കും രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം 10 ദിവസം കൊണ്ടായിരിക്കും വർക്ക് തീർക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, പക്ഷെ എന്ത് ചെയ്തു, എന്ത് ചെയ്യുന്നു, എ ലീവ് 6 days ബിഫോർ ദ ആക്ച്വൽ കംപ്ലീഷൻ ഓഫ് ദ ടാസ്ക്. എന്ത് ചെയ്തു, ആ ടാസ്ക് അല്ലെങ്കിൽ ആ ജോലി കംപ്ലീറ്റ് ആവുന്നതിന് 6 ദിവസം മുന്നേ എന്ത് ചെയ്തു, എ ലീവ് ചെയ്തു. ഫോർ ഹൗ മെനി ഡേയ്സ് ഡിഡ് എ ആൻഡ് ബി വർക്ക് ടുഗദർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എത്ര ദിവസമായിരിക്കും എയും ബിയും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കുന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ്റെ മീനിങ് മനസ്സിലായത് എക്കും ബിക്കും കൂടി ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 10 ദിവസമാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ടൈം ആൻഡ് വർക്ക് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ ഇങ്ങനെയാണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലേ. അതുപോലെ എക്ക് ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ വർക്ക് കംപ്ലീറ്റ് ആക്കാൻ എത്ര ദിവസം വേണം, 15 ദിവസം മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു പറഞ്ഞത്, ഒരുമിച്ച് അവർ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ എന്ത് ചെയ്തു, 6 ദിവസം മുന്നേ വർക്ക് നിർത്തിപ്പോയി. ഓക്കെ, വർക്ക് കംപ്ലീറ്റ് ആവുന്നതിൻ്റെ 6 ദിവസം മുന്നേ എന്ത് ചെയ്തു, നിർത്തിപ്പോയി. അങ്ങനെയാണെങ്കിൽ ഫോർ ഹൗ മെനി ഡേയ്സ് ഡിഡ് എ ആൻഡ് ബി വർക്ക് ടുഗദർ. എയും ബിയും കൂടി ഒരുമിച്ച് എത്ര ദിവസമായിരിക്കും വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ടോട്ടൽ വർക്കിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് കണ്ടെത്താം. അതായത് 10ൻ്റെയും 15ൻ്റെയും LCM എടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, LCM നമ്മുടെ എഴുതിയാൽ അതിൻ്റെ അർത്ഥം ഇത് നമ്മുടെ ടോട്ടൽ വർക്കാണ് അല്ലേ. 30 എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ വർക്കാണ്. 30 എങ്ങനെ കിട്ടിയത്, 10ൻ്റെയും 15ൻ്റെയും LCM ആണ്. ഈ ടോട്ടൽ വർക്ക് കിട്ടി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ രണ്ടുപേരുടെയും ഈ എ എന്ന് പറഞ്ഞ ആളുടെയും എഫിഷ്യൻസി നമുക്ക് സെപ്പറേറ്റ് കാണാൻ പറ്റും. അതായത് ഈ 30/15 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, എയുടെ എഫിഷ്യൻസി കിട്ടും. 30/5 പറഞ്ഞാൽ നമുക്ക് 2 കിട്ടും. അതുപോലെ 30/10 ചെയ്താൽ നമുക്ക് എയുടെയും ബിയുടെയും കൂടി എഫിഷ്യൻസി കിട്ടും. നമുക്ക് 30/10 നമുക്ക് 3 കിട്ടും. അല്ല, അതിൻ്റെ അർത്ഥം എന്താണ്, നമുക്ക് പറയാൻ പറ്റും എയുടെയും ബിയുടെയും എഫിഷ്യൻസി 3ഉം എയുടെ മാത്രം എഫിഷ്യൻസി 2 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ബിയുടെ എഫിഷ്യൻസി എത്ര ആയിരിക്കും, നമുക്ക് വേണമെങ്കിൽ അതും കൂടി ഇവിടെ കണ്ടു വെക്കാം അല്ലെ. ബിയുടെ എഫിഷ്യൻസി എത്ര ആയിരിക്കും, ഈ 3 2 വർഷം എത്ര കിട്ടും, 1 കിട്ടും. 1 ആയിരിക്കും എഫിഷ്യൻസി. അതായത് ബിയുടെ എഫിഷ്യൻസി 1 എന്ന് പറയുന്ന അർത്ഥം എന്താണ്, ബിക്ക് ആ വർക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ എത്ര ദിവസം കൊണ്ട് വരും, 30/1 നമുക്ക് 30 days കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഒരു ലോജിക്ക് നമ്മുടെ ക്ലാസ്സിൽ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലുണ്ടാകുന്ന നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇങ്ങനെ നമുക്ക് സ്പീഡിൽ ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്പുകളാണ് നമ്മൾ കൂടുതൽ എന്ത് ചെയ്യുന്നത്, നമ്മൾ ക്ലാസ്സിലൊക്കെ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, നമുക്ക് എൻ്റെയും ബിൻ്റെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എഫിഷ്യൻസി നമുക്ക് കിട്ടി 2 1 അല്ലേ. പക്ഷേ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, അവർ ഒരുമിച്ച് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്, ആക്ച്വൽ വർക്ക് കംപ്ലീറ്റ് ആവുന്നതിൻ്റെ 6 ദിവസം മുന്നേ എന്ത് ചെയ്തു, ലീവ് ചെയ്തു, നിർത്തി പോവുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും, ഇങ്ങനെ ആലോചിച്ചാൽ മതി. നേരെ അതിന് ഇൻവേഴ്സായിട്ട് നമ്മൾ ആലോചിക്കാം. അതായത് ശരിക്കും കംപ്ലീറ്റ് ചെയ്യാനുള്ള വർക്ക്, ടോട്ടൽ വർക്ക് എത്രയാണ്, 30 വർക്കാണുള്ളത്. ആ ഒരു ക്വസ്റ്റ്യൻ പ്രകാരം എന്ത് ചെയ്യുന്നത്, 6 ദിവസം മുന്നേ നിർത്തി പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ 6 ദിവസം മുന്നേ നിർത്തി പോകുന്ന പറഞ്ഞാൽ നമ്മൾ എന്ത് കാണണം, ഈ ഒറ്റയ്ക്ക് 6 ദിവസം കൊണ്ട് എത്ര വർക്ക് ചെയ്യുമെന്ന് നോക്കാം. പറയാൻ പറ്റും 6 ദിവസം നമുക്ക് 6 എഴുതാം. 6 ഇൻറ്റു എത്ര വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അതിൻ്റെ എയുടെ എഫിഷ്യൻസി എത്രയാണ്, 2 ആണ്. അപ്പോൾ നമുക്ക് 6 ഇൻറ്റു 2 ചെയ്യാം, 12 വർക്കായിരിക്കും എന്ത് ചെയ്യാം, ഒറ്റയ്ക്ക് 6 ദിവസം കൊണ്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ 6 ഇൻറ്റു 2 നമുക്ക് 12 കിട്ടും. അതിൻ്റെ അർത്ഥം 12 വർക്കാണ് നമ്മുടെ ഒറ്റയ്ക്ക് ശരിക്കും 6 ദിവസം കൊണ്ട് ചെയ്യുക. അതിൻ്റെ അർത്ഥം എന്താണ്, ആ 12 വർക്ക് ആര് പിന്നെ ചെയ്യേണ്ടി വരും, നമ്മുടെ
ബി ആയിരിക്കും ചെയ്യേണ്ടി വരിക അല്ലേ. ആ 12 വർക്ക് ബി ആയിരിക്കും ചെയ്യേണ്ടി വരിക. അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ നമ്മൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞ കേസിൽ 30 വർക്കാണ് നമുക്ക് ടോട്ടൽ കംപ്ലീറ്റ് ആക്കാനുള്ളത്. നമ്മൾ എന്ത് ചെയ്യുക? ഈ 30 വർക്കിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക? ഈ പറഞ്ഞ 12 കൂടി നമ്മൾ ആഡ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ എത്ര കിട്ടും നമുക്ക്? 30ഉം 12ഉം നമുക്ക് 42 കിട്ടും. ഓക്കെ, 30ഉം 12ഉം നമുക്ക് 42 കിട്ടും. അതിൻ്റെ അർത്ഥം എന്താണ്? ശരിക്കും എ നിർത്തിപ്പോയത് കാരണം അല്ലേ 6 ദിവസം മുന്നേ നിർത്തിപ്പോയത് കൊണ്ട് ശരിക്കും 6 × 2 12 വർക്ക് ശരിക്കും എന്ത് ചെയ്യണം? എ ചെയ്യണമായിരുന്നു. നമ്മൾ എന്ത് ചെയ്യണം? ആ വർക്ക് നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ വർക്കിൻ്റെ കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എയും ബിയും കൂടി ഈ ടോട്ടൽ വർക്ക് നമുക്കിപ്പോൾ കിട്ടിയുള്ള ടോട്ടൽ വർക്കായിട്ടുള്ള 42 ചെയ്ത് തീർക്കാൻ നമ്മൾ എത്ര ടൈം എടുക്കുമെന്ന് കണ്ടെത്താൻ പറ്റും. അതായത് എങ്ങനെയാണ്? നമ്മൾ ടോട്ടൽ വർക്ക് ഇപ്പോൾ 42 ആണ്. ഇനി എന്ത് ചെയ്യുക? അവിടെ നമ്മൾ എയും ബിയും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്യുക വിചാരിക്കേണ്ടത് അങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക? എയുടെയും ബിയുടെയും വിശേഷം എത്രയാണ്? 3 ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? 42/3 നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 4 14 ഡേയ്സാണ് കിട്ടുക. അതായത് എയും ബിയും കൂടി 42 വർക്ക് ചെയ്ത് തീർക്കാൻ 14 ഡേയ്സ് എടുക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ 14 ഡേയ്സാണ് എടുക്കുക. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫോർ ഹൗ മെനി ഡേയ്സ് ഡിഡ് എ ആൻഡ് ബി വർക്ക് ടുഗദർ? എയും ബിയും ഒരുമിച്ച് എത്ര ദിവസമായിരിക്കും വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കുക? നമുക്ക് പറയാൻ പറ്റും ടോട്ടൽ എടുത്തുള്ളത് 14 ദിവസമാണല്ലോ. ടോട്ടൽ വർക്ക് കംപ്ലീറ്റ് ആവാനായിട്ട് 14 ദിവസം എടുത്തു. അതിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു എ 6 ദിവസം മുന്നേ നിർത്തിപ്പോയി. അതിൻ്റെ എന്താണ്? ടോട്ടൽ ഡേയ്സ് 14 ആണെങ്കിൽ 14 എന്ത് ചെയ്യുക? ഈ പറഞ്ഞ 6 ഡേയ്സ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എയും ബിയും ഒരുമിച്ച് വർക്ക് ചെയ്ത സമയമായിട്ടുള്ള 14 - 6 നമുക്ക് 8 ഡേയ്സ് നമുക്ക് ആൻസറായിട്ട് കിട്ടും. ഓക്കെ, 14 - 6 നമുക്ക് 8 ഡേയ്സ് കിട്ടും. അതായത് ഇവിടെ ഓപ്ഷൻ 4 പ്രകാരമുള്ള 8 അല്ലെങ്കിൽ 8 ഡേയ്സ് ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസറായിട്ട് വരാം. നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ലോജിക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും ടോട്ടൽ വർക്ക് 30 ആയിരുന്നു. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? എ പോയത് കാരണം ആ 6 ദിവസത്തെ വർക്ക് എന്ത് ചെയ്യണം? നമ്മൾ അഡീഷണൽ ആയിട്ട് ഇതിൻ്റെ മേലെ കൂട്ടി. അപ്പോൾ 30ഉം 12ഉം നമുക്ക് 42 കിട്ടി. ഇനി എന്ത് ചെയ്യുക? ആ 42 വർക്ക് ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം എടുക്കുമെന്ന് നോക്കി. അത് 14 ദിവസമാണ്. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്? ആ 6 ദിവസം മുന്നേ നിർത്തി പോകുന്നുണ്ട്. സോ എന്ത് ചെയ്യുക? 14 6 കുറയ്ക്കുക, 8 ദിവസമായിരിക്കും എന്ത് ചെയ്യുക? രണ്ടുപേരും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെയാണ് ഈ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നോക്കൂ, നമുക്ക് നെക്സ്റ്റ് വരുന്നത് വീണ്ടും നമ്മുടെ വി ബോർഡ് മാസ് റൂൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഏകദേശം 3ഓളം ക്വസ്റ്റ്യൻസ് ആയി. ഓക്കെ, മനസ്സിലാക്കുക, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ വി ബോർഡ് മാസ് റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കുന്ന സമയത്ത് എളുപ്പമായി തോന്നുമെങ്കിൽ നമുക്ക് തെറ്റ് വരുത്താനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ പ്രകാരം 48 / 4 ഇൻറ്റു പിന്നെ ബ്രാക്കറ്റിനകത്താണ് 18 - 24 / 4 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു /3. ഇതിൻ്റെ ആൻസറാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. നമ്മൾ വി ബോർഡ് മാസ് റൂൾ ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം വിനക്കുലം ബാറ് ബ്രാക്കറ്റ് ഓർഡർ ഓഫ് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ സബ്സ്ട്രാക്ഷൻ. നമ്മളിവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഈ ഓർഡറിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മളിതിനെ സിംപ്ലിഫൈ ചെയ്യേണ്ടത്. നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഇപ്പോൾ ബ്രാക്കറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ബ്രാക്കറ്റിനകത്തുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്യാം അല്ലേ. വിനക്കുലം ബാറും ഇല്ല, പിന്നെയുള്ള അടുത്ത ബ്രാക്കറ്റാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? ബ്രാക്കറ്റിനകത്തുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്യാം. ഇനി ബ്രാക്കറ്റിനകത്ത് നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഇപ്പം ഓഫ് വരുന്നില്ല, പക്ഷേ ഡിവിഷൻ ഉണ്ട്, അതുപോലെ സബ്സ്ട്രാക്ഷനും ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യേണ്ട കാര്യം ആദ്യം ഡിവിഷനാണ്. അതായത് ഡിവിഷൻ വരുന്നത് 24/4 ആണ് അല്ലേ. 24/4 പറഞ്ഞാൽ നമുക്ക് എന്താ അറിയാം? അതിൻ്റെ ആൻസർ 6 ആണെന്ന് അറിയാം അല്ലേ. ഇനി എന്ത് ചെയ്യാം? 24/4 നമുക്ക് 6 കിട്ടിയാൽ പിന്നെ എന്ത് ചെയ്യാം? ഈ 18 നമ്മൾ 6 മൈനസ് ചെയ്യാം. പിന്നെ അതിൻ്റെ അർത്ഥം ബ്രാക്കറ്റിൽ നമുക്ക് പിന്നെ വരിക 18 - 6 ആയിട്ടുള്ള 12 ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. പിന്നെ നമ്മുടെ ബാക്കിയുള്ള ഈ 4 ഉണ്ട് ഡിവൈഡ് ബൈ 48 / 4 ഉണ്ട്. പിന്നെ ഈ ബ്രാക്കറ്റിൻ്റെ അപ്പുറമുള്ള ഇല്ല, നമുക്ക് ബ്രാക്കറ്റിനകത്ത് മൊത്തം ഇപ്പോൾ 12 കിട്ടി. പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ള /3 ആണ്. ക്വസ്റ്റ്യൻ്റെ ബാക്കിയുള്ള /3 ആണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? നമുക്ക് വീണ്ടും നമ്മൾ റൂൾ നോക്കുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഇവിടെ സൈൻ നോക്കാം. ഇവിടെ ഡിവിഷനും ഇവിടെ മൾട്ടിപ്ലിക്കേഷനും ഇവിടെയും ഡിവിഷനാണുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഡിവിഷൻ കഴിഞ്ഞിട്ട് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പാടുള്ളൂ അല്ലെ. വി ബോർഡ് മാസ് റൂൾ വെച്ച് ഡിവിഷൻ കഴിഞ്ഞിട്ട് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പാടുള്ളൂ. സോ എന്ത് ചെയ്യാം? നമുക്ക് ആദ്യം ഡിവിഷൻ ചെയ്യാം. അപ്പോൾ ഡിവിഷൻ ഇവിടെയും വരുന്നുണ്ട്, ഇവിടെയും വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഡിവിഷൻ ചെയ്യണം. സോ 48/4 നമുക്കറിയാം 12 ആണ്. 12 കിട്ടും. പിന്നെ ഇവിടെ ഇൻറ്റു ആണ്. ബ്രാക്കറ്റിനകത്ത് 12ഉം /3 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഇൻറ്റു ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഈ 12/3 നമ്മൾ ചെയ്യണം. നമുക്കറിയാം
12/3 നമുക്ക് ആൻസർ കിട്ടും, അത് 4 ഓക്കെ. ഫൈനൽ ആൻസർ എന്തായിരിക്കും നമുക്ക് കിട്ടുന്നത്? 12 × 4 48 ആയിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ വരിക. ഇതിൻ്റെ അർത്ഥം ഓപ്ഷൻ 3 ആയിട്ടുള്ള 48 ആയിരിക്കും. അപ്പോൾ നമ്മൾ കറക്റ്റ് ഈ ഓർഡർ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ആൻസർ കിട്ടുള്ളൂ, അല്ലെങ്കിൽ പല രീതിയിലുള്ള ആൻസേഴ്സിലേക്ക് നമ്മൾ എത്തിപ്പോകും. അപ്പോൾ എന്ത് ചെയ്യാം, ഓർഡർ പ്രകാരം മാത്രം ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സമയം നഷ്ടപ്പെടും, അതുപോലെ തന്നെ ആൻസർ തെറ്റും ചെയ്യും. തെറ്റിയ വകയിൽ നമുക്ക് 1/3 മാർക്കും പോവും, കിട്ടേണ്ട 1 മാർക്കും മൊത്തം 1.33 മാർക്കും, അതിന് കൂടുതൽ സമയവും നഷ്ടപ്പെട്ടു. അപ്പോൾ എന്ത് ചെയ്യാം, കറക്റ്റ് വി ബോർഡ് മാസ്റ്റർ റൂളാകുമ്പോൾ അത് എന്ത് ചെയ്യുന്നു നിങ്ങൾക്ക് ഓർക്കാൻ കഴിയില്ല, എന്ത് ചെയ്യും, നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് എഴുതി വെച്ചിട്ട് ആ ഓർഡർ തന്നെ ചെയ്ത് നോക്കുക, എന്നാലും നമുക്ക് കറക്റ്റായിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഓക്കെ, സംശയമായിട്ട് നമുക്ക് എന്ത് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. അതായത് നമുക്ക് വി ബോർഡ് മാസ്റ്റർ റൂൾ ഉപയോഗിച്ചില്ലെങ്കിൽ സംഭവിക്കുന്ന എന്തായിരിക്കും നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ അത് നമ്മൾ ആദ്യം എന്ത് ചെയ്യും, 48 നമ്മളെന്ത് ചെയ്യാണ്, ഇവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങോട്ട് ഈ ഒരു ഓർഡർ തന്നെയാണ് ചെയ്ത് പോകണം, അല്ലേ? നമ്മൾ വി ബോർഡ് മാസ്റ്റർ നോക്കാണ്ട് ജസ്റ്റ് എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ പ്രകാരമുള്ള ഓർഡർ പോയി ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും നോക്കുക. 48/4 നമുക്ക് 12 കിട്ടും. പിന്നെ ഇൻറ്റു ആണ് നമ്മൾ 18 എന്ന് 24 വർഷത്തിൽ കിട്ടും, -6 കിട്ടും, അല്ലേ? നമ്മൾ -6/4 ചെയ്യും, പിന്നെ വീണ്ടും /3 അല്ല, എങ്ങനെയാണ് നമുക്ക് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 12 × -6/4 എന്നാൽ -3/2 ആണ്, അല്ലെങ്കിൽ -3/2 എന്ന് എഴുതും. പിന്നെ ബാക്കിയുള്ള ഇവിടെ ഡിവിഷനാണ്, വീണ്ടും ഡിവിഷൻ 3. എന്തായി പോകും, നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇതൊക്കെ ആകെ നമ്മുടെ ആൻസർ പറ്റും. 6 × 3 -18 -18/3 എന്നൊക്കെ വന്നിട്ട് നമുക്ക് ആകെ -6 എന്നുള്ള രീതിയിലൊക്കെയുള്ള തെറ്റായിട്ടുള്ള ആൻസർ ആയിരിക്കും കിട്ടാൻ ചാൻസ് ഉണ്ടായിരിക്കും. കൃത്യമായിട്ടും വി ബോർഡ് മാസ്റ്റർ റൂളാണ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിനി നമ്മൾ ഏകദേശം 2-3 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, തൽക്കാലം നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ നമ്മുടെ RRB LPയുടെയും RRB JEയുടെയും അതുപോലെ തന്നെ RRB JE മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ കോഴ്സ് നമ്മുടെ ചാനലിലും അല്ലെങ്കിൽ ആപ്പ് വഴി നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ എന്തെങ്കിലും ആപ്പ് സന്ദർശിക്കുക, അല്ലെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങൾ അന്വേഷിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.